എടാ തിരിക്ക ഒന്നുകൂടെ പ്ലേ ചെയ്യണം. ഇത് ഇടക്കിടക്ക് ഇരുട്ടാവുക. എടാ കാണാവോ? നീ കാണാവോ വീഡിയോ കാണാവോ? വീഡിയോ കണ്ടോ? ആ നമ്മള് പറഞ്ഞ അവനെ കണ്ടോ? ഒരു കാര്യം നോക്കി കേട്ടോ. എടാ മുട്ട പൊങ്ങിയോ? എന്നിട്ട് ഞാൻ ഇവിടെ തുണിയൊക്കെ മാറി ഇങ്ങനെ ഞാൻ ചുമ്മാ ഇമോട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ചുമ്മാ സൈഡിൽ കൂടി പോയ മറ്റേ ഓജിയുടെ വണ്ടിയിൽ നിന്ന് കുറേമാര് ഗ്യാങ് വണ്ടി ഇവിടെ മൊത്തം ഇറങ്ങി അവരുടെ ട്രഷ് ഷോപ്പിൽ എന്തോ കയറി പോയതാ. എന്നിട്ട് രണ്ടോമാര് ചുമ്മാ പ്ലക്കാന്ന് ഞങ്ങള് വെടിവെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഓജി എന്ന് ഉറപ്പല്ലേ? ചുമ്മാ വെടിവെച്ചു. ഒരു റീസണും ഇല്ല, ഒന്നും അറിയത്തില്ല. ഒരക്ഷരം പോലും ഒരക്ഷരം മിണ്ടിട്ടില്ല. എടാ കേക്കാവോ? ഒന്ന് വീസിയോ ഞാൻ പറഞ്ഞുതരാം. മൊട്ടേനെ പൊക്കിയതാരാ? EMS. എടാ പറയുന്നേക്ക്, നമ്മൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അല്ലാണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്യണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് ചോദിക്കണം. എന്ന് വെച്ചാ തല്ലണം ഇവരൊക്കെ ഒന്നേന്. എന്ത് ചോദിച്ചാ അത് പ്രീവാറാവും. ഞാൻ പറയുക അവരുടെ അടുത്ത് ഫാൽക്ക. ഹലോ, ഇനി ഓജിയുടെ വണ്ടി ഓജി ആണോന്ന് അറിയത്തില്ല. നീ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്. എവിടെ? ഏത് മല? ഇങ്ങോട്ടാണോ വരുന്നേ? എടാ ഇറങ്ങിയേക്ക്. വേഗം വാ. ഓക്കെ നിങ്ങള് വേഗം വാ. വാണിംഗ് ഫയർ കൊടുക്കണ്ട. ആൾറെഡി സിറ്റുവേഷൻ ആയതാ. കാണാം. ഓക്കെ വരട്ടെ. എടാ റെഡി ആയിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ട്? അവര് നീല എന്ന് തോന്നുന്നു. ഇവിടെ റെഡിയല്ലേ? എടാ നമ്മള് 4 പേരെ ഇവിടെ ഉള്ളു. ആളെ കൊന്നിരിക്കണേ. ഗ്യാങ് ഹൗസ് ആണോ? ഇവിടെ ഇറങ്ങി ഫയർ ചെയ്യണേ. എടാ കക്കാശി പറ. കക്കാശി എവിടെ നിൽക്കുക? മാർക്ക് ജോണി ആ സ്ഥലം മാർക്ക് ചെയ്ത സ്ഥലം. നേരെ പോട്ടെ. എടാ ബാക്കപ്പ് കൊടുക്കേ. വേഗം ബാക്കപ്പ് കൊടുക്കും. റേഡിയോ സൈലന്റ് ആവുക. എന്നിട്ട് ആ മാർക്കിലോട്ട് എല്ലാരും ചെല്ലേ. കക്കാശി എടാ മാർക്ക് ഇട്ട് കൊടുക്ക്. ആ മാർക്കിൽ എല്ലാരും ചെല്ലേ. വേഗം റേഡിയോ സൈലന്റ് ആവും. എടാ വാടാ ഇവിടെ ബാക്കപ്പ് പോവാ. വേഗം ബാക്കപ്പ് പോവാ. ഇവിടെ ആൾക്കാരുണ്ട്. അവര് വന്നു. എടാ ഈ മാർക്കിലോട്ടൊന്നും ആടാ. എത്ര നേരമായിട്ട് വിളിക്കുന്ന എല്ലാത്തിനെ? എടാ ആ വണ്ടി ചേച്ചി ഇവിടെ. എടാ ഇങ്ങോട്ട് ഈ മാർക്കിലോട്ട് അതാ ഇവിടെ. അടിക്കറ ഓജി തല്ലടാ. ഓജി ഗ്യാങ് വേണ്ടി മാത്രം തല്ലേ മതി ഇപ്പൊ. ബാക്കി കൺഫ്യൂഷനാ. ഫ്രണ്ടില് ഇവിടെ. എടാ ഇവിടെ വാ. മതി. ഗ്യാങ് ഹൗസ് ആണ്. തിരിച്ചിറങ്ങി. അടിക്കല്ലേ. ഇതാരാ? കക്കാശി അടിക്കരുത്. എടാ റേഡിയോ സൈലന്റ് ആവടാ. ഇതെന്താ നീയൊക്കെ കിടന്നു ഞാനാന്ന് പറഞ്ഞിട്ട്? പുറത്തിറങ്ങുവാണെങ്കിൽ അടിച്ചാൽ മതി. ഇപ്പൊ അടിക്കരുത്. ഇപ്പൊ അവരെ ഗ്യാങ് ഹൗസാ. പിന്നെ ഒരു കാര്യം, അവരെ വണ്ടി നമ്മളാരും എടുക്കല്ലേ. ഒന്ന് അടങ്ങണ. അവരെ വണ്ടി നമ്മളാരും എടുക്കല്ലേ.
അവര് എടാ എന്തിനാ നിനക്കൊക്കെ എടാ ഒന്ന് അടങ്ങണ റേഡിയോ ഒന്ന് സൈലന്റ് ആവടാ ഇതെന്താ നീയൊക്കെ കാണിക്കുന്നേ എടാ കണക്ട് ഒന്നും ഇപ്പൊ ചെയ്യണ്ട ഇതെന്ത് ജോണിയാ ഉമാര് റേഡിയോ കിടന്ന അമറല്ലേ ഇറ്റ്മാൻ പറയുന്ന കേക്ക് നീയൊക്കെ എടാ ഇവിടെ അവരെ ബോഡി ഇല്ലേ ഇങ്ങോട്ട് വാ ഈ ബോഡിയൊക്കെ എടുത്ത് കൂട്ടിയിട്ടോ അവരുടെ അടുത്ത് പിന്നെ സംസാരിക്കാം ഇറങ്ങി വരുന്നുണ്ട് സംശയം എന്താ ചോദിച്ചോര് ഇത് അവര് ഉണ്ടല്ലോ എടാ അടിക്കണ്ട അങ്ങോട്ട് അടിക്കണ്ട രണ്ട് ബോഡി കത്തിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഉണ്ട് എടാ കത്തിച്ചു വിട് മൊട്ടേന്റെ അടുത്ത് ഇത് ഇയാളാണോ നോക്കിയ മൊട്ടെ ലഗസി എടാ കത്തിച്ചു വിടാ ഇപ്പൊ സംസാരിക്കണ്ട കക്കാശി അവന്മാരുടെ സംസാരിക്കണ്ട ഇത് കത്തിച്ചു വിട് വണ്ടി ഇറക്കി അവിടുന്ന് വണ്ടി ഇറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന വഴി കൊറേ ബോഡി ഇരിപ്പുണ്ട് അതൊന്ന് നോക്കണേ എടാ കത്തിച്ചു വിട്ടോ കത്തിച്ചു വിട്ടിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ കത്തിച്ചു വിട്ടിട്ട് ഈ നമ്മുടെ ഓക്കെ അവന്മാരുടെ അടുത്ത് ഞെക്കി പോകാൻ പറ ഓക്കെ എടാ തിരിച്ചു വാ നമ്മളെ ബാക്കി ആ കൊന്നിട്ടേക്കുന്ന ബോഡിയും കൂടെ ഫിനിഷ് ചെയ്ത് വിട്ടേക്ക് എന്നിട്ട് അവന്മാരുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കാം കത്തിച്ചു വിട്ടിട്ട് അവന്മാരെ സംസാരിക്കാം അങ്ങോട്ടോ അല്ല ഇത് മതിയാവുമല്ലോ ജോണിയാവാ ഇപ്പൊ തന്നെ നമ്മൾ അത്യാവശ്യം ആൾക്കാരെ കത്തിച്ചില്ലേ മതിയെന്നാ തോന്നുന്നത് ഇതിന്റെ മുകളിൽ നിക്കുന്നേ കത്തിക്കോ കത്തിച്ചിട്ട് അഡ്മിൻ വിളിച്ചു ചോദിച്ചോക്ക് ഗാങ് ഹൗസ് കയറിയിരിക്കണേ പോകത്തില്ല മൊയില് അല്ലല്ല അവരുടെ അടുത്ത് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ നമ്മള് തല്ലുമെന്ന് പറയാം ഹലോ കേക്കാവോ എടാ നമ്മള് കൂടെ ഉള്ള രണ്ടുപേരെ തല്ലിയിട്ടുണ്ട് ആ രണ്ടുപേരെ നമുക്ക് തന്നിട്ട് നിങ്ങൾ വാറോ എന്ത് വേണോ കളിച്ചോ കേക്കാവോ ഞങ്ങൾ തല്ലിയ ആൾക്കാരുണ്ടല്ലോ ആ രണ്ടുപേര് തന്നിട്ട് നിങ്ങൾ മീറ്റിങ്ങിനോ വാറനോ എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതവര് എടുത്തോട്ടെ എടാ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ആ തല്ല് രണ്ടുപേര് വന്നിട്ടില്ലെങ്കിൽ നമ്മള് നിങ്ങളുടെ ഉള്ള എല്ലാരെയും തല്ലിക്കൊന്ന് കത്തിച്ചു വിടും ഞാൻ പറഞ്ഞേക്ക് നീ റേഡിയോ ഇത്ര പറഞ്ഞു ഡ്രസ് ഷോപ്പിന്റെ അവിടെ ഫയർ ചെയ്താ വരെ ഒരു ആണോ ഓക്കെ എന്നാ വിട്ടേക്ക് അത് വിട്ടേക്ക് ഒബ്സർവേറ്ററി പോവാ എടാ ഇല്ലല്ല വിട്ടേക്ക് ഒബ്സർവേറ്ററി മീറ്റ് ചെയ്യാം നിന്റെ പേരെന്താ ചോദിക്കട്ടെ കൈവയ്ക്കാൻ തന്നെ എടാ ലിയോ ഇറക്കടാ അവനെ ഇറക്കടാ എടാ കേക്ക് ഒബ്സർവേറ്ററി ഇവിടെ മുട്ട സിറ്റുവേഷൻ മുട്ട ബ്രോ ഞാനും മുട്ടയും ഞാൻ അവിടെ ചുമ്മാ നിൽക്കായിരുന്നു മുട്ട അവിടെ ചുമ്മാ നിൽക്കായിരുന്നു നിങ്ങളെ കണ്ണിലൊക്കെ ചോരയാണല്ലോ മുട്ട എന്ന് പറഞ്ഞടാ
ഞാനും കളച്ചേട്ടൻ നിൽക്കുമായിരുന്നു. break. ഞാൻ ചെറിയൊരു പരിപാടി ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങളുടെ കുറെ ഗ്യാങ് വണ്ടികൾ അവിടെ കുത്തിന്നു. ഡ്രസ്സ് മാറി നിങ്ങളുടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ ആ ചിറകിട്ട് അവിടെ കറങ്ങി കിടക്കുന്നുണ്ടോ? ടെൻഷൻ കൊണ്ടായിരിക്കും ആ മച്ചാൻ എന്നെ ഞങ്ങളുടെ രണ്ടുപേരെ വെടിവെച്ച് കൊന്നു. അതെ, ഇല്ലാതെ ഒരു കാര്യമില്ല. ഒരു സിറ്റുവേഷൻ ഇല്ല. എനിക്ക് ഇവൻ ആരാന്നോ ഇവന്റെ ഊരോ പേരോ നാളോ അറിയില്ല. ചുമ്മാ വെടിവെച്ച്. നീ തന്നെ. അല്ല ചെറുകിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ചെറുകിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? കൂടെ ഒക്കെ ഉള്ളവന്മാര് ഇതേപോലെ യൂണിഫോം ഒക്കെ. അപ്പൊ നീ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോ നിന്റെ കയ്യിലായിരുന്നു കണ്ട. മനസ്സിലായോ? ഫയർ ചെയ്തിട്ടോ? എടാ പിന്നെ എങ്ങനെ അവിടെ എറിഞ്ഞിടാ? ഇവിടെ വകുപ്പില്ലല്ലോ മച്ചാനെ. ഇവ വെടിവെച്ച്. മൊട്ട ഈ ഡ്രസ് തന്നെയായിരുന്നോ? അതെ അതെ, ഇവന്മാര് തന്നെ ഗ്യാങ് ഡ്രസ്. ഗ്യാങ് വണ്ടി ഉണ്ടായിരുന്നില്ലേ? ഇത് തന്നെ. അപ്പൊ പിന്നെ വേറെ ആൾക്കാര് വണ്ടി എടുത്തു പോകാനും വേറെ ഡ്രസ് ഇടാനും നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഫയറിംഗ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒന്നും കൂടി ചോദിച്ചു നോക്ക്. കൂടെ ആരോട് ആ ടൈമില് ആ ഡ്രസ് ഷോപ്പിന്റെ അവിടെ വെച്ച് ആരെയും കൊന്നു ജസ്റ്റ് ഒന്ന് ചോദിക്കുക. നിങ്ങളെല്ലാം നിങ്ങളുടെ സെയിം വണ്ടിയും സെയിം ഗ്യാങ് ഡ്രസ്സും വേറെ കിട്ടുമോ? അല്ലെങ്കിൽ നിങ്ങളത് മിസ്സായിട്ടുണ്ടോ? അല്ലെങ്കിൽ വണ്ടിയാണെങ്കിലും ചുമ്മാ ഒന്നൊരാളെ ഫയർ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പൊ നിങ്ങളുടെ ഗ്യാങ് ഡ്രസ്സും നിങ്ങളുടെ ഗ്യാങ് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളല്ലേ നിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുള്ളൂ. അപ്പൊ അത് ആരും മിസ്റ്റേക്ക് ആണ്. നിങ്ങളുടെ ഗ്യാങ് വണ്ടി അമ്പ് കളിക്കുന്നോടാ പട്ടികളെ. അവന്മാര് തന്നെ. ഇടിച്ചു കളഞ്ഞു. ഞങ്ങൾ അവിടെ മാറി ദൂരെ നിൽക്കുവായിരുന്നു. എന്നിട്ട് ചുമ്മാ മച്ച ഉരുണ്ടൊക്കെ കളിച്ച് ഇപ്പൊ ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ, ഇവനെ മാത്രം. ഇവനെ എന്തായാലും നമ്മള് തൂക്കും. പിന്നെ വേറെ ആരും ഒരാൾ കൂടെ ഇല്ലേ മുട്ടെ? ഇവനെയാണ് ഈ കറക്റ്റ് കാണുന്നത്. ഹൈലൈറ്റ് ഈ പുള്ളിയാണ് കൊന്നേ. നമ്മള് ലീഡറിനെയും അതുപോലെ മുട്ടയും കൊന്നത് ഇവനാ. അപ്പൊ പിന്നെ അത് വെറുതെ വിടാൻ പറ്റത്തില്ല. നിന്നെ തന്നെ ഈ ഡ്രസ് ഇട്ടാണ് ബാക്കിലോട്ട് ചെയ്തിട്ട്. നിങ്ങൾ ഇവിടുത്തെ ഗ്യാങ് ആണ്. നിങ്ങളിപ്പം ചെയ്തിട്ടുണ്ട്, സമ്മതിക്ക്. പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ കണ്ട കാര്യം പറയാം. വെള്ളം പറഞ്ഞ ഒന്നും കേടായില്ല. മനസ്സിലായോ? ഉള്ള ഇവൻ എന്ത് അമ്പിയാടാ ശരിക്കും. ഇപ്പഴും അമ്പി കാണുന്നത്. അതെ കേക്കാം പറയൂ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ഫയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആളെ ഗ്യാങ്ങിൽ നിന്ന് റിമൂവ് ചെയ്യാൻ തയ്യാറാണ്. ആണോ? ഇപ്പൊ തന്നെ തെളിയിക്കാം. അങ്ങനെയുള്ള ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിമൂവ് ചെയ്തോളാം ആളെ. ഓക്കെ ഓക്കെ. എവിടെ തെളിയിക്കണമെന്ന് പറ. നിങ്ങൾ പറ. ഇതിന്റെ പുറത്തു പോയെന്ന് പറയും. അല്ല എടാ ഒരു സെക്കൻഡ്. കൊച്ചുകുഞ്ഞ് അവിടുത്തെ CCTV നമുക്ക് എവിടെയെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആ ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ടില് CCTV ഇവിടെ എവിടെയെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. അത് പ്ലേ ചെയ്യാൻ പറ്റുമോ? അതെ നമ്മള് നാളെ തൊട്ട് ചെയ്യത്തില്ല. നിങ്ങളൊരു RP ആയിട്ട് നിങ്ങൾ ചെയ്തോണ്ടാണ് ഞാൻ ഓക്കെ RP നമ്മൾ അവരുമായിട്ട് ബന്ധത്തില്ല. എന്ന് വെച്ചാൽ പറയട്ടെ നിങ്ങൾ എന്തെങ്കിലും വള്ളിയായിട്ട് ഇതുകൊണ്ടിരുന്ന രണ്ട് സൈഡിന് ഞാൻ സ്പോട്ട് ഇപ്പൊ ആക്ഷൻ എടുക്കും. അയ്യോ ഇത് വള്ളിയാ. അവര് കിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. വള്ളിയില്ല എന്റെ പൊന്നു മച്ചാനെ. പുറത്ത് നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഇവിടെ നിന്ന് വള്ളിയായി അടിയായി കഴിഞ്ഞാൽ ഇല്ല ഇവിടെ വെച്ചിട്ട് അടിയാകത്തില്ല. ഇവിടെ വെച്ചിട്ടൊന്നും അടിയാകത്തില്ല. അത് അവര് ഇല്ലല്ലോ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. അവരുടെ എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും. കൊണ്ടുവെക്കോ ഞാൻ അലോ ചെയ്ത് തരാം ഈ ഒരു പ്രാവശ്യത്തേക്ക്. ഓക്കെ ചെയ്യുന്നോണ്ടാണ്. എടാ മുട്ട താഴെ ഇറങ്ങി. നമ്മളൊന്നും പറയണ്ട. ഇവിടെ വെച്ചിട്ടൊന്നും ഇതാവണ്ട. കേക്കാവോ ഓജി കേക്കാവോ? ഇത് ഫസ്റ്റ് ടൈം ഇൻ RP ഹിസ്റ്ററിയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. നമ്മളിത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നാളെ തൊട്ട് എല്ലാവരും ചെയ്യാൻ നോക്കും. അപ്പൊ ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ആയാൽ രണ്ട് സൈഡും ബാൻ അടിക്കുമെന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇത് നിങ്ങൾ കണ്ടിട്ട് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യണം. ഓജിയിലെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. എല്ലാരും വരൂ പ്ലീസ്. എല്ലാരും അവിടെ ഇരിക്കൂ. നമുക്ക് ഇവിടെ ഒരു പട്ടമേശ സമ്മേളനം പോലെ തന്നെ സമാധാനത്തോടെ പിരിയായി അവസരം. എടാ തിരിക്കുക. ഒന്നുകൂടെ പ്ലേ ചെയ്യണം. ഇത് ഇടക്കിടക്ക് ഇരുട്ടാവുക. അവിടെ ഒരു ഇമോട്ടുമായി ഇട്ടുകൊണ്ട് നിന്ന പാവമായി എന്നെ എടാ കാണാവോ? നീ കാണാവോ? വീഡിയോ കാണാവോ? വീഡിയോ കണ്ടോ? നമ്മള് പറഞ്ഞ അവനെ കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? നമ്മള് കള്ളം പറഞ്ഞല്ല. നമ്മള് ഇത് ചെയ്തുകൊണ്ടാ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞേ. നമ്മളെല്ലാരും അറിഞ്ഞിട്ടില്ല. പലരും അറിഞ്ഞിട്ടില്ല.
അല്ലല്ല ഇവിടെ വെച്ചിട്ടൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്ത് സംസാരിക്കാം. ഇത് പിന്നെ നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത ആളെ ഇത് ചെയ്യുമെന്ന്. ലീഡറാ പറഞ്ഞു. വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുമോ? ലീഡർ ഓക്കെ. അല്ല ലീഡർ കണ്ടോ? വീഡിയോ കണ്ടോ? കണ്ടില്ല. ഒന്നുകൂടി പ്ലേ ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടി. എടാ ഇത് ഡ്രസ് ഷോപ്പിലെ CCTV യാ. വീണ്ടും പറയുക. ഇത് ആ പയ്യനാ നമ്മൾ പറഞ്ഞ ആ പയ്യനില്ലേ, ആ കോട്ടിട്ടെ. അത് രണ്ടുപേരെ കൊന്നേ. നമ്മുടെ എടാ ഓജിക്ക് കേക്കാവോ? നമ്മുടെ ലീഡറിനെയും അതുപോലെ മുട്ടയാ കൊന്നേ. നമ്മള് ഇങ്ങനെ മാന്യമായിട്ട് സംസാരിക്കേണ്ടതല്ല. പിന്നെ നിങ്ങളൊരു വാക്ക് പറഞ്ഞോണ്ടാ ഈ വീഡിയോ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പ്രത്യേകം ചോദിച്ചു ലീഡർക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഇങ്ങോട്ട് നിർത്തുവോ? ഒരുത്തൻ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആളല്ലേ. എടാ ഇല്ല വെയിറ്റ് സംസാരിക്കട്ടെ. ബാറ്റ്മാൻ അല്ല അടിച്ചത്, നിക്കി എന്ന് പറഞ്ഞ പയ്യനാണ് അടിച്ചത്. ബാക്കി അവൻ സംസാരിക്കും. ഓക്കെ. നിക്കി ഉണ്ടോ ഇവിടെ? അതാണ് മറ്റേ നിക്കിയ. ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞത് ഈവൻ നിങ്ങൾ ഗണ്ണ് ഫയർ പോലും ചെയ്തിട്ടില്ല ഒരാളെന്നാണ് പറഞ്ഞത്. അവനെന്തോ പ്രശ്നം ഉണ്ടായ നമ്മുടെ അടുത്ത്. നിക്കി പറയുന്ന ആൾ അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ലാസ്റ്റിലോട്ട് വന്ന ഞാനായിരുന്നേ. അത് ഷോപ്പിന്റെ അവിടെ 2 അങ്ങനെ പറയാൻ ബ്രോ പറയട്ടെ. അവിടെ മീറ്റിംഗിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബ്രോ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ? ലാസ്റ്റ് വന്നായിരുന്നേ. ഗാങ്ങില് ബ്രോ നിങ്ങളുടെ ഗാങ്ങിൽ ആള് എടാ അല്ലല്ല ലീഡർ എന്തോ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തോ ചെയ്യാന്ന്. അത് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാ ലീഡറിന്റെ അടുത്ത് മാത്രം. നിക്ക് അതേ. എടാ ഒരു സെക്കൻഡ് ഇവിടുന്ന് ലീവ് വൃത്തി കേക്കാവോ? റേഡിയോ കേക്കാവോ? ഇവിടുന്ന് ഒരു സിറ്റുവേഷൻ എടുത്ത് 2 സൈഡും ബണ്ണ് തരുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പ്ലേ ചെയ്തത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ലീവ് ചെയ്തോ. ഇവിടുന്ന് മാറിക്കോ. എടാ മൊയ്തീനെ മാറാ. മൊയ്തീനെ ഇറങ്ങ. ഇവിടുന്ന് സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ആൾറെഡി പറഞ്ഞിട്ടാ വീഡിയോ പ്ലേ ചെയ്തത്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കുവാണെങ്കിൽ ഗ്യാങ് സസ്പെൻഷനും ഇതെല്ലാം കിട്ടും. അത് നമുക്ക് കോള് വിളിച്ച് ചോദിക്കാം. അതായിരിക്കും നല്ല. അല്ലെങ്കിൽ മൊയില് ചോദിക്കും.